നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ആൻസൺ മാത്യൂസ്. ഇന്ന് നമുക്ക് ചെയ്യാനുള്ളത് ഒരു Hyundai Headlight i20 കാറിന്റെ ഹെഡ്ലൈറ്റ് അപ്ഗ്രേഡ് ആണ്. അതിൽ വരുന്ന ഒരു സാധാ ഹാലജൻ ബൾബാണ്, 60-55 വാട്ടിന്റെ ഹാലജൻ ബൾബ്. അതിലേക്ക് നമുക്കൊരു G5 പ്രൊജക്ടർ, നമ്മുടെ ഹെല്ല G5 പ്രൊജക്ടർ ആണ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള. അതിന്റെ കൂടെ ഒരു ഏഞ്ചൽ ലൈൻ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എന്തായിരുന്നു ഇനിഷ്യൽ പെർഫോമൻസ് വന്നിരുന്നത്, അതിലേക്ക് എന്ത് ചേഞ്ച് ആണ് വന്നത്, നമ്മുടെ G5 പ്രൊജക്ടറിന്റെ ഔട്ട്പുട്ട് എന്താണ് അതിന്റെ വ്യൂ, ഫ്രണ്ടിൽ നിന്നുള്ള അപ്പിയറൻസ് എന്ത് ചേഞ്ച് വന്നിരിക്കുന്നു എന്നെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പരിശോധിക്കാം. അപ്പോൾ ഈ ഒരു കാറിലാണ് നമ്മളിന്ന് വർക്ക് ചെയ്യാനായിട്ട് പോകുന്നത്, ഹുണ്ടായുടെ Headlight i20. ഇതിൻ്റെ അകത്ത് കംപ്ലീറ്റ് ആയിട്ടൊരു സ്റ്റോക്ക് ഹെഡ്ലൈറ്റാണ് ഉള്ളത്. അതായത് പ്രത്യേകിച്ച് ഒരു ചേഞ്ചസും അതിൻ്റെ അകത്ത് വരുത്തിയിട്ടില്ല. സ്റ്റോക്ക് വരുന്ന 60-55ൻ്റെ ഹാലജൻ ബൾബ് തന്നെ, വേറെ പ്രത്യേകിച്ച് ഒരു മാറ്റങ്ങളുമില്ല. ഇതിൻ്റെ ഫോഗ് ലാമ്പും ഇതിൻ്റെ അകത്ത് തന്നെ സ്റ്റോക്ക് വരുന്ന സെയിം H8 അതുപോലെ തന്നെ 55 വാട്ടിൻ്റെ ബൾബ് തന്നെയാണ് ഇതിൻ്റെ അകത്ത് കിടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് ഹെഡ്ലൈറ്റിൽ ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ സൈഡിൽ ചെറിയൊരു ആക്സിഡൻ്റൽ സ്ക്രാച്ച് അതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്യാനുണ്ട്. നമ്മളിവിടെ ഒരു റീസ്റ്റോറേഷൻ സർവീസ് കൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സർവീസ് നമുക്ക് ഇതിൻ്റെ അകത്ത് ചെയ്യാനുണ്ട്. അതായത് ആ ഗ്ലാസ് ഒന്ന് മാറിയിട്ട് വേറെ ഫ്രഷ് ഗ്ലാസ് ഇതിൻ്റെ അകത്ത് നമുക്ക് ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് ചെയ്യാനുള്ളത്. അതിൻ്റെ കൂടെ നമ്മുടെ ഈ ഫോഗ് ലാമ്പ്, ഇതിൻ്റെ അകത്ത് വരുന്ന സ്റ്റോക്ക് ഫോഗ് ലാമ്പാണ് വരുന്നത്. ഈ ഫോഗ് ലാമ്പിനെ മാറ്റിയിട്ട് നമുക്കൊരു LED 55 വാട്ടിൻ്റെ LED ആയിട്ട് അപ്ഗ്രേഡ് ചെയ്യാനുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് വരുന്ന ലോ ബീം, സ്റ്റോക്ക് ബൾബിൽ ലോ ബീമിൽ കിട്ടുന്ന ആ ഒരു കട്ട് ഓഫ് പാറ്റേൺ അത്യാവശ്യം നല്ലൊരു വൃത്തിയുള്ള രീതിയിലുള്ളൊരു ഔട്ട്പുട്ടാണ് നമുക്ക് ലോ ബീമിൽ കിട്ടുന്നത്. ഹൈ ബീം ആണെങ്കിലും ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഹൈ ബീം വരുന്നത്. ഇതാണ് നിലവിലുള്ള സെയിം സ്റ്റോക്ക് ബൾബിൻ്റെ ഔട്ട്പുട്ട്. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ ഫോഗ് ലാമ്പ് മാത്രമായിട്ടൊന്ന് ഓണാക്കി നോക്കാം. അപ്പോൾ ഈ കാണുന്നതാണ് നമുക്ക് അതിൻ്റെ ഫോഗ് ലാമ്പിൽ കിട്ടുന്ന ഈ ഒരു പാറ്റേൺ, അതായത് ഒരു നീളത്തിലുള്ള ഔട്ട്പുട്ടാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇതിൻ്റെ എത്രത്തോളം ഇതിൻ്റെ അകത്ത് ഔട്ട്പുട്ട് വരുന്നുണ്ട് എന്നുള്ളത് നോക്കണം. അപ്പോൾ നമ്മുടെ ഫോഗ് ലാമ്പിൻ്റെ ഔട്ട്പുട്ട് ഒന്ന് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 140-142 ലക്സസ് ആണ് ഇതിൻ്റെ അകത്ത് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട്. ഇനി നമുക്കിതിൻ്റെ ലോ ബീം പരിശോധിക്കാം. ലോ ബീമിൽ നമുക്ക് കിട്ടുന്ന ഒരു 600 അല്ലെങ്കിൽ 700 അടുപ്പിച്ചിട്ടുള്ള ഒരു ഔട്ട്പുട്ട്, 660 ആണ് ഇതിൻ്റെ ലോ ബീമിൽ നമുക്ക് നിലവിലിപ്പോൾ ആ സ്റ്റോക്ക് ബൾബിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട്. ഇനി ഹൈ ബീമിൽ എന്താണെന്നുള്ളതൊന്നും ഒന്ന് നോക്കാം. ഹൈ ബീമിൽ നമുക്ക് കിട്ടുന്ന ഒരു 1000 ലക്സസ് ആണ്, 1023 ആ റേഞ്ചൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആവറേജ് ഒരു 1000 ലക്സസ് ആണ് നമ്മുടെ ഹൈ ബീമിൽ കിട്ടുന്ന ഔട്ട്പുട്ട്. ഇനിയാണ് നമുക്കിതിൻ്റെ വർക്ക് ചെയ്യാനുള്ളത്. നമ്മുടെ G5 പ്രൊജക്ടറാണ് ഇതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാനുള്ളത്. ആ വർക്കുകളെല്ലാം ഇപ്പോൾ നടക്കുവാണ്. ഇനി ആ വർക്കിന് ശേഷമുള്ള വീഡിയോ നമുക്കൊന്ന് കാണാം. അപ്പോൾ ഈ വർക്കിന് ശേഷമുള്ള ഒരു വ്യൂ നമുക്കൊന്ന് പരിശോധിക്കാം. ഈ രീതിയിലുള്ള ഒരു അപ്പിയറൻസ് ആണ് നമ്മളുടെ ഹെല്ല G5 പ്രൊജക്ടർ. ഒരു ഏഞ്ചൽ ഐ കൂടി ഉള്ള ഷ്രൗഡാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ചെയ്തു. അതുപോലെ തന്നെ അതിൻ്റെ മെയിൻ റിഫ്ലക്ടർ നമുക്ക് പ്രത്യേകിച്ച് പർപ്പസ് ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനൊന്ന് ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്, സ്മോക്ക് ചെയ്തിട്ടുണ്ട് ഇൻസൈഡ് മെയിൻ റിഫ്ലക്ടറിൻ്റെ ഉൾഭാഗത്തുള്ള ഏരിയ. ഇനി ഞാനതിൻ്റെ ആ ഒരു അപ്പിയറൻസ് ഒന്ന് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് പല രീതിയിലും പല ഭാഗത്തിലൊക്കെ എടുക്കാനൊക്കെ നോക്കിയിട്ടുണ്ട്. എന്തായാലും എക്സാക്റ്റാ കാണുന്ന രീതിയിലേക്ക് നമുക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റുന്നില്ല. എന്നാലും ഏകദേശം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ആ ഒരു കംപ്ലീറ്റ് അപ്പിയറൻസ് നമുക്ക് ക്യാപ്ചർ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. കാരണം ഈ ലോങ് വ്യൂവിൽ വരുമ്പോൾ അതിൻ്റെ DRLൻ്റെ ലൈറ്റ് ബ്ലർഡായിട്ട് വരുന്നിട്ട് നമുക്ക് അതിൻ്റെ എക്സാക്റ്റ് ഒരു പിക്ചർ കിട്ടുന്നില്ല. എന്നാലും ഏകദേശം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ടാവും. ഈ ഒരു രീതിയിലാണ് നമുക്ക് ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് കിട്ടിയിരിക്കുന്നത്. ആ ഒരു സിംഗിൾ ഏഞ്ചിലെയും ഉള്ള ഒരു സിമ്പിളായിട്ടുള്ളൊരു ഡിസൈൻ. അപ്പോൾ ആ വാഹനത്തിൻ്റെ അപ്പിയറൻസ് തന്നെ മാറിപ്പോയി. ആദ്യം ഉണ്ടായിരുന്നതും വളരെ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു വ്യൂ ആണ് നമുക്കിപ്പോൾ ആ i20ക്ക് കിട്ടുന്നത്. ഒരു കുറച്ച് വൈൽഡായിട്ടുള്ളൊരു ലുക്കും, എന്നാൽ വളരെ അതിൻ്റെ അകത്തൊരു വലിയ മോഡിഫിക്കേഷൻ ഒന്നും ചെയ്യാത്ത രീതിയിൽ തന്നെയാണ് തോന്നുന്നത്. എന്തായാലും ഇതിൻ്റെ പെർഫോമൻസ് സൈഡിൽ വളരെ നല്ല രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ടാവും. അതിനെ നമുക്ക് ഒന്ന് മെഷർ ചെയ്ത് തന്നെ ബോധ്യപ്പെടാം. അപ്പോൾ ഈ രീതിയിലാണ് ഒരു നൈറ്റ് ടൈമിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഇതുപോലെയൊക്കെയാണ് കാണുന്നത്. പക്ഷേ ഇതിനേക്കാളും കുറച്ചുകൂടെ ഭംഗിയുണ്ട് നേരിട്ട് കാണാനായിട്ട്. ഇനി നമുക്കിതിൻ്റെ പെർഫോമൻസ് സൈഡിലേക്ക് പോകാം. ആദ്യം ഇതിൻ്റെ ഫോഗ് ലാമ്പാണ് ഇപ്പോൾ ഓണായിരിക്കുന്നതിൻ്റെ ഫോഗ് ലാമ്പാണ്. അപ്പോൾ ഇങ്ങനെ കണ്ടാലും പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കില്ല. ജസ്റ്റ് അവിടെ 2 ഫോഗ് ലാമ്പ് കത്തിയിരിക്കുന്നു, ആസ് യൂഷ്വൽ സാധാ ഫോഗ് ലാമ്പ് പോലെ തന്നെ. അപ്പോൾ ഹെഡ്ലൈറ്റ് ഓൺ ആയിട്ടുണ്ട്. അത് ഓണായി വരുന്ന ഒരു വാർമിംഗ് അപ്പ് ടൈമാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിന് ചെറിയൊരു ബ്ലൂ ഷെയ്ഡൊക്കെ ഇനിഷ്യലി ഉണ്ടാവും. അത് ആ ക്യാമറയുടേത് കൊണ്ടും ഒക്കെ വരുന്നതാണ്. നേരിട്ട് നോക്കുമ്പോൾ അത്രയ്ക്കൊന്നും കാണാനില്ല, കാരണം നമ്മൾ വാം ബൾബുകളാണ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്കതിൻ്റെ അകത്ത് ഇതിൻ്റെ ഔട്ട്പുട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കാം, എത്ര രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻ്റ് ആണ് ഇതിൻ്റെ അകത്ത് വന്നിട്ടുള്ളതെന്ന്.
അപ്പോൾ ഇതിനെ നമുക്ക് 1 by 1 ആയിട്ടൊന്ന് ഓണാക്കി നോക്കാം. ഇപ്പോൾ ആദ്യം തെളിഞ്ഞിരിക്കുന്നത് നമ്മൾ ഇതിൻ്റെ ഫോഗ് ലാമ്പാണ്. ഫോഗ് ലാമ്പ് നമ്മളൊരു LED 55 വാട്ട് 4300 കെവിലുള്ള LED അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പെർഫോമൻസ് ആണ് ഇപ്പോൾ കാണുന്നത്. കാരണം ഭയങ്കരമായൊരു ചേഞ്ചസ് ഒന്നും നമുക്ക് വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവില്ല. നമ്മളതിൻ്റെ മീറ്ററിലെടുത്ത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ബോധ്യപ്പെടും. അപ്പോൾ എന്തായാലും ഇതാണ് നമുക്ക് നിലവിൽ കിട്ടുന്ന ആ ഒരു ഫോഗ് ലാമ്പിൻ്റെ അപ്പിയറൻസ്. അടുത്തായിട്ട് നമുക്ക് നോക്കാനുള്ളത് ഇതിൻ്റെ ലോ ബീമിൻ്റെ പെർഫോമൻസ് ആണ്. ഇതാണ് കാണുന്ന ലോ ബീം. ഇപ്പോൾ ഒരു ബ്ലൂ ഷെയ്ഡൊക്കെ കാണുന്നുണ്ട്. അതൊരു ഇനിഷ്യൽ ടൈമിൽ നമ്മൾ ലൈറ്റ് ഓൺ ആയി വരുമ്പോൾ HID ബൾബിൻ്റെ കളർ ടെമ്പറേച്ചറിലേക്ക് എത്താനായിട്ട് ഒരു വാമിംഗ് അപ്പ് ടൈമുണ്ട്. അപ്പോൾ ആ ഒരു വേരിയേഷനിലാണ് ഇത്രയും കാണുന്നത്. എന്തായാലും ഇതാണ് ഇതിൻ്റെ ഹൈ ബീം. അപ്പോൾ ലോ ബീം നമ്മൾ ആദ്യമേ കണ്ടു, ഈ ഒരു കട്ട് ഓഫ് കാണുന്നുണ്ട്. ഇതുപോലെ തന്നെ ഹൈ ബീമും ആ ഒരു മുകളിലേക്കൊരു വാല് പോലെ കാണുന്നതാണ് ഇതിൻ്റെ ഹൈ ബീം വരുന്നത്. അപ്പോൾ പലരും ഇത് ചോദിക്കാറുണ്ട്, ഇതിൻ്റെ അകത്ത് അഡ്ജസ്റ്റ്മെൻറ്റുകളെല്ലാം വർക്ക് ചെയ്യുമെന്നുള്ളത്. ഇപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതിൻ്റെ മോട്ടർ നമ്മൾ 1, 2, 3 പൊസിഷനിൽ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കൃത്യമായിട്ട് മേലോട്ടും താഴോട്ടൊക്കെ പോയി അതിൻ്റെ ആ കറക്റ്റ് ലെവലിൽ പോയി സെറ്റ് ആയിക്കോളും. അതൊരിക്കലും സീറോയിലിട്ടാൽ, അതായത് ടോപ്പിലിട്ടാൽ പോലും എതിരെ വരുന്ന വാഹനങ്ങൾ ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിലാണ് നമ്മളത് സെറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ള ഇതിൻ്റെ മെഷർമെൻറ്റാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മളിതിൻ്റെ ഫോഗ് ലാമ്പിൻ്റെ മെഷർമെൻറ്റാണ് എടുക്കുന്നത്. ഇതിൽ ആദ്യമേ നമുക്ക് കിട്ടിയിരുന്ന ഒരു 140 ലെക്സസ് ആയിരുന്നു. അതൊരു 1050 അല്ലെങ്കിൽ ഒരു 1000 ലെവലിലേക്ക് മാറിയിട്ടുണ്ട്. നല്ല രീതിയിലുള്ളൊരു ചേഞ്ചാണ് ഫോഗ് ലാമ്പിൻ്റെ പെർഫോമൻസിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. റോഡിൽ ഉപയോഗിക്കുമ്പോൾ അത് നല്ല രീതിയിലുള്ള പെർഫോമൻസ് ചേഞ്ച് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ നമ്മളിവിടെ ലോ ബീം പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യമേ കിട്ടിയിരുന്ന ഒരു 666 ലെക്സസ് ആണ് കിട്ടിയിരുന്നെങ്കിൽ അതൊരു 3000 ലെക്സസിലേക്കാണ് ചേഞ്ച് വന്നിരിക്കുന്നത്. വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു ഡിഫറൻസ് തന്നെയാണ് നമുക്ക് ലോ ബീമിൽ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാത്രി യാത്രകളെ വളരെ നല്ല രീതിയിൽ ഹെഡ്ലൈറ്റിന് സപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഹൈ ബീം പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു 1600 ആയിരുന്നുവെങ്കിൽ അതൊരു 3400ലേക്ക് നമ്മുടെ ഹൈ ബീം ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. കാരണം നമ്മുടെ ഹൈ ബീം ലോ ബീം തമ്മിൽ ഭയങ്കരമായൊരു ഡിഫറൻസ് ഉണ്ടാവില്ല. കാരണം സെയിം ബൾബ് തന്നെയാണ് ഈ പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഹാഫ് പോർഷൻ ഷട്ടർ വെച്ചിട്ട് അടയ്ക്കുന്നു. നമ്മൾ ബ്രൈറ്റ് ഇടുന്ന സമയത്ത് ആ ഷട്ടർ ഓപ്പൺ ആയിട്ട് ബാക്കിയുള്ള വെളിച്ചം കൂടി അടച്ചു വെച്ചേക്കുന്ന വെളിച്ചം പുറത്തേക്ക് വരും. ഇതാണ് അതിൻ്റെ സിസ്റ്റം വരുന്നത്. ഇനി നമുക്കിതിനൊന്ന് രാത്രി ഉള്ള ഒരു ഡ്രൈവ് സാധാരണ രീതിയിൽ നമ്മൾ ചെയ്ത് നോക്കുന്നതാണ്. ഇന്ന് പക്ഷേ നമ്മൾ ഡ്രൈവ് ചെയ്യാൻ എടുത്ത സമയത്ത് ചെറിയ രീതിയിൽ മഴയുണ്ട്. അപ്പോൾ പലരും ഈ മഴയത്ത് ഇടുന്ന ഡ്രൈവൊന്നും വീഡിയോസൊന്നും കാണുന്നില്ല, വണ്ടി മഴയത്ത് ഓടിച്ചാൽ എന്താണ് പെർഫോമൻസ് എന്ന് പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ അതിനും കൂടെ ഉള്ളൊരു ആൻസറാണ്. ഇപ്പോൾ മഴ വന്നിട്ടുണ്ട്. വളരെ ചുരുക്കം വീഡിയോസിൽ മാത്രമേ നമ്മൾ മഴയുള്ളപ്പോൾ ഡ്രൈവ് ചെയ്യാറുള്ളൂ. കാരണം വേറെ ഒന്നും കണ്ടല്ല, നമുക്കിതിൻ്റെ പെർഫോമൻസ് എത്രയുള്ള വെളിച്ചമുള്ള ബൾബ് ഇട്ടാൽ പോലും അതിൻ്റെ ഒരു 50 അല്ലെങ്കിൽ 60% ഇത് കുറഞ്ഞിട്ടാണ് നമുക്ക് ആ പെർഫോമൻസ് ഫീൽ ചെയ്യുള്ളൂ. എപ്പോഴും നമ്മളുടെ പ്രോഡക്റ്റ്സ് കാണിക്കുമ്പോൾ നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാണിക്കാനാണ് എല്ലാവർക്കും താല്പര്യം. അതുകൊണ്ട് തന്നെ മഴയത്ത് ഓടിച്ച് കഴിഞ്ഞാൽ റോഡ് കറുത്തായിരിക്കും ഇരിക്കുക, നമുക്ക് അതിൻ്റെ റിഫ്ലക്ഷൻ കിട്ടില്ല, കുറവായിരിക്കും. എന്തായാലും നോർമൽ കിട്ടുന്നതിനേക്കാളും കുറവായിട്ടാണ് നമുക്ക് വീഡിയോയിൽ വരുമ്പോൾ കാണിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് നേരിട്ടാണെങ്കിലും അങ്ങനെ തന്നെ കിട്ടുള്ളൂ. എന്തായാലും എത്ര വെളിച്ചമുണ്ടോ അതിൽ നിന്നും ഒരു 50 to 60% താഴേക്ക് കുറച്ചിട്ടാണ് നമുക്കതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ പക്ഷേ നല്ല രീതിയിലുള്ളൊരു വെളിച്ചം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഫുള്ളായിട്ട് റോഡ് നനഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഫുള്ളായിട്ട് റോഡ് കറുത്തിട്ടില്ല, അത് അവിടെ ഒരു ഫാക്ടറാണ്. എങ്കിലും കുറച്ചൊക്കെ നനവുണ്ട്, ചെറിയൊരു ചാറ്റൽ മഴയുണ്ട്. നമുക്ക് നല്ല രീതിയിൽ റോഡ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഡിമ്മിലും ബ്രൈറ്റിലും ഒക്കെ നല്ല രീതിയിൽ റോഡിൽ വിസിബിലിറ്റി കിട്ടുന്നുണ്ടെന്നുള്ളത് വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. കാരണം ഇത്രയും പവർഫുള്ളായിട്ടുള്ള ലൈറ്റ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്തുള്ള ഒരു 50% കുറഞ്ഞാൽ പോലും നമുക്ക് ആദ്യം കിട്ടിയിരുന്ന ഹാലജിനേക്കാളും നല്ല രീതിയിലുള്ള ഒരു ഔട്ട്പുട്ട് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുതന്നെ നമ്മുടെ ലോ ബീമിൽ ഞാൻ ആദ്യം എപ്പോഴും പറയാറുള്ളതും ലോ ബീമിലാണ് എപ്പോഴും ഡ്രൈവ് ചെയ്യേണ്ടത്. ആ ലോ ബീമിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മുടെ കട്ട് ഓഫ് ലെവൽ എതിരെ വരുന്ന വാഹനങ്ങളുടെ സേഫ് പൊസിഷനിൽ മാത്രമാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതൊരിക്കലും ഒരു എതിരെ വരുന്നവരെ ഹേർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് പോകത്തില്ല. അപ്പോൾ അതും ഒരു സേഫ് പൊസിഷനിൽ വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇതിൽ ഈ വാഹനം നമ്മൾ ഈ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മൾ നോക്കാറുണ്ട്, ഇതിന് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ, എന്തെങ്കിലും കുറച്ച് കറക്ഷൻസ് വരുത്താനുണ്ടോ എന്നൊക്കെ നോക്കാറുണ്ട്. അപ്പോൾ ഈ വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ ആ ഒരു കാര്യവും കറക്റ്റാണ്. ഇതിൻ്റെ അകത്ത് വെച്ചിരിക്കുന്ന ഹൈറ്റ് വളരെ കറക്റ്റാണ്. നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. 0 പൊസിഷനിൽ ഇട്ട് കഴിഞ്ഞാൽ, അതായത് ഒരു ഡ്രൈവർ മാത്രം ഉള്ളപ്പോൾ 0 പൊസിഷനിൽ നമ്മൾ ഡ്രൈവ് ചെയ്യാം. ആ സമയത്ത് ഇത് എതിരെ വരുന്ന വാഹനങ്ങളുടെ അല്ലെങ്കിൽ ഫോളോ ചെയ്യുന്ന വാഹനങ്ങളുടെ എളുപ്പത്തിന് നോക്കിക്കഴിഞ്ഞാൽ ആ സൈഡ് മിററിൻ്റെ താഴെയായിരിക്കണം നമ്മുടെ ബീം ലൈൻ കട്ട് ഓഫ് പാസ് ചെയ്യണത്. അത് അവരുടെ റിയർ വ്യൂ മിററിൽ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫ്രണ്ടിൽ വരുന്നവരുടെ മിററിൻ്റെ മുകളിലാണെന്നുണ്ടെങ്കിൽ വിൻഷീൽഡ് ഗ്ലാസിൻ്റെ മുകളിലേക്കായിരിക്കും ഈ വെളിച്ചം പോകുന്നത്. അത് തീർച്ചയായിട്ടും എതിരെ വരുന്നവർക്കും അല്ലെങ്കിൽ ഫോളോ ചെയ്യുന്നവരെയും ഡിസ്റ്റർബ് ചെയ്യും. അപ്പോൾ ഹൈ ബീം ഒരു കാരണവശാലും ഈ രണ്ട് സാഹചര്യങ്ങളിൽ ഉപയോഗിക്കാനായിട്ടും പാടുള്ളതല്ല. വളരെ ഭംഗിയായിട്ട് മറ്റുള്ളവർ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ ഡ്രൈവ് ചെയ്യാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക. നമുക്കിവിടെ വരുന്ന എല്ലാവരും തന്നെ വളരെ സേഫായിട്ടും വളരെ ഭംഗിയായിട്ടും ഡ്രൈവ് ചെയ്യുന്ന ആളുകളാണ്. എനിക്ക് തോന്നുന്നു എന്നെക്കാളും ഒക്കെ ഞാൻ ഈ പറയുന്നതിനേക്കാളും ഭംഗിയായിട്ട് ഇത് റോഡിൽ അപ്ലൈ ചെയ്യുന്ന ആളുകളാണ് നമ്മുടെ അടുത്ത് വരുന്നത്. കാരണം സംസാരിച്ച് കഴിയുമ്പോൾ പലരിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ഈ ഒരു കാര്യങ്ങൾ.
അപ്പോൾ ഈ വാഹനത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന സ്പെസിഫിക്കേഷനുകൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഹെല്ല G5 പ്രൊജക്ടറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ബൾബാണെന്നുണ്ടെങ്കിൽ 4300 കെൽവിൻ കളർ ടെമ്പറേച്ചറുള്ള ബൾബാണ് നമ്മളിവിടെ സാധാരണ രീതിയിൽ ഉപയോഗിക്കാറ്. ഈ വാഹനത്തിലും അത് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് റോഡിൽ കാണാം ഒരു വൈറ്റ് ആയിട്ടുള്ള ലൈറ്റല്ല കാണുന്നത്, കുറച്ച് വാമായിട്ടുള്ളതാണ്. പലരും ഇത് വൈറ്റായിട്ട് എൻ്റെ അടുത്ത് തെറ്റിദ്ധരിച്ച് ചോദിക്കാറുണ്ട്. ഇത് വൈറ്റല്ല, പ്യുവർ വൈറ്റ് എന്ന് പറയുന്നത് 6000 കെൽവിനാണ്. നമ്മളിതിവിടെ ഒരിക്കലും ഒരു വണ്ടിക്കും റെക്കമെൻഡ് ചെയ്യാറുമില്ല. വളരെ ചുരുക്കം ആളുകൾ ചോദിക്കാറുണ്ട്, വൈറ്റ് ലൈറ്റ് വേണമെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത് കൺവിൻസ് ആക്കിയതിന് ശേഷം മാത്രം അവർക്ക് പിന്നീടും വൈറ്റ് തന്നെ മതിയെങ്കിൽ മാത്രമേ ഞാൻ വൈറ്റ് ലൈറ്റ് റെക്കമെൻഡ് ചെയ്യാറുള്ളൂ. ഞാൻ അങ്ങോട്ട് റെക്കമെൻഡ് ചെയ്ത് പറയാറില്ല. കസ്റ്റമേഴ്സിൻ്റെ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം വൈറ്റ് ലൈറ്റ് കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ് നമുക്ക് ഉള്ളത്. അപ്പോൾ ഞാനിത് പറഞ്ഞു വന്നിരുന്ന കാര്യം, ഇതിൻ്റെ അകത്ത് ബൾബ് ഇരിക്കുന്നത് 4300 ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ മഴയത്തും മഞ്ഞത്തും ഒക്കെ അത്യാവശ്യം നല്ല വിസിബിലിറ്റി കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ ഈ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് റോഡ് ഇത്ര ഭംഗിയായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. ഇതൊരു വൈറ്റ് ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും വിസിബിലിറ്റി കിട്ടണമെന്നില്ല. കൂടാതെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ബാലസ്റ്റ് ആണെന്നുണ്ടെങ്കിലും ക്വിക്ക് സ്റ്റാർട്ട് ബാലസ്റ്റാണ്. 55 വാട്ടിൻ്റെ ക്വിക്ക് സ്റ്റാർട്ട് ബാലസ്റ്റാണ്. അതായത് വാമിംഗ് അപ്പ് ടൈം കുറച്ച് കുറവുണ്ടാവും. അതാണ് ക്വിക്ക് സ്റ്റാർട്ട് ഉദ്ദേശിക്കുന്നത്. എന്നിടത്തൊരു LED പോലെ ഇമ്മീഡിയറ്റ് റെസ്പോണ്ട് ചെയ്യാനായിട്ട് ഈ HID ബൾബുകൾക്ക് സാധിക്കില്ല. ഇനിഷ്യൽ സ്റ്റാർട്ടപ്പിന് എന്തായാലും ഒരു കുറച്ച് സെക്കൻഡുകൾ സമയം അതിൻ്റെ അകത്ത് ആവശ്യമുണ്ട്. ഓണാവും എങ്കിൽ കൂടി ഒരു കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് അതിൻ്റെ എക്സാക്റ്റ് കളർ ടെമ്പറേച്ചറിലേക്കുകൾ അത് എത്തത്തുള്ളൂ. അതായത് ആദ്യമേ ഒരു വൈറ്റ് ലൈറ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതിനുശേഷം അത് പതുക്കെ വാമായി കഴിയുമ്പോൾ അതിൻ്റെ ആ എക്സാക്റ്റ് നമ്മളിവിടെ ഉപയോഗിക്കുന്ന 4300 ആണെങ്കിൽ ആ ഒരു കളർ ടെമ്പറേച്ചറിലേക്ക് എത്താനുള്ള ടൈം, അതാണ് ഈ പറയുന്ന ക്വിക്ക് സ്റ്റാർട്ടിൽ ഉദ്ദേശിക്കുന്നത് പെട്ടെന്നാവും എന്നുള്ളത്. എന്തായാലും വളരെ പെട്ടെന്നൊന്നുമല്ല, കുറച്ച് സമയം എടുക്കും. അതുപോലെ നമ്മൾ ഫോഗ് ലാമ്പിലാണെങ്കിൽ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഫോഗ് ലാമ്പിൽ ഒരു LED ആണ് ഇട്ടിരിക്കുന്നത്. അതിൻ്റെയും 4300 കെൽവിൻ തന്നെയാണ് കളർ ടെമ്പറേച്ചർ. കാരണം ഫോഗ് ലാമ്പ് എന്ന് പറയുന്നത് ഫോഗിൽ യൂസ് ചെയ്യാനുള്ളതാണ്. നമുക്ക് കുറച്ചൊരു ഏരിയ ഹെഡ്ലൈറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഫംഗ്ഷൻ മാത്രമാണ് ഫോഗ് ലാമ്പിനുള്ളൂ. അല്ലാതെ അത് വെച്ചിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ഒരു നൈറ്റിലുള്ള പെർഫോമൻസ് ആണ്. അതായത് രാത്രിയിൽ ഇതിൻ്റെ ഫോഗ് ലാമ്പ് ഓൺ ചെയ്ത് ഓഫ് ചെയ്തിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് ഇപ്പോൾ ഹെഡ്ലൈറ്റ് ഓണാണ്, ഇതിൻ്റെ ഹൈ ബീം ഓണാണ്. ഇതൊരു ജസ്റ്റ് ഒരു വാളിലേക്ക് നമ്മൾ ഔട്ട് സൈഡ് പെർഫോമൻസ് നോക്കുന്നത് മാത്രമേ ഉള്ളൂ. സാധാരണ ചെയ്യുന്നതിൻ്റെ ഒരു ചെറിയൊരു ചേഞ്ച് അത്രയേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ ഫോഗ് ലാമ്പ് ഓഫാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ക്ലോസ് ആയിട്ടുള്ള ഏരിയ നമുക്ക് കുറച്ച് വെളിച്ചം കുറവായിട്ട് ഇപ്പോൾ അത് ഫോഗ് ലാമ്പ് ഓൺ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും അത് ഓഫ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ചേഞ്ചാണ് നമുക്ക് ഫോഗ് ലാമ്പ് ഓൺ ഓഫ് ചെയ്ത് കഴിയുമ്പോൾ വേരിയേഷൻ. ഇപ്പോൾ ഫോഗ് ലാമ്പ് വീണ്ടും ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ലൈറ്റപ്പിൽ നല്ല രീതിയിലുള്ള ചേഞ്ച് വരുന്നുണ്ട്. എന്നാൽ ഒരു പ്രത്യേകിച്ച് ഒരു തിരിവൊന്നും വരുന്നില്ല. എങ്കിൽ കൂടി വളരെ നല്ല രീതിയിൽ നമുക്ക് ആ റോഡിൻ്റെ ഭാഗങ്ങൾ വണ്ടിയുടെ ചേർന്നിട്ടുള്ള മുതൽ അങ്ങേയറ്റം വരെ നമ്മൾ എവിടം വരെ ലോബിയും പോകുന്നുണ്ടോ അത്രയും ഭാഗം വരെ നല്ല രീതിയിൽ ലൈറ്റപ്പ് ആവാനായിട്ട് നമുക്ക് ഈ ഫോഗ് ലാമ്പ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഹെഡ്ലൈറ്റിന് എപ്പോഴും ഒരു സപ്പോർട്ട് ചെയ്യുന്ന റോളാണ് ഫോഗ് ലാമ്പിനുള്ളത്. അല്ലാതെ ഹെഡ്ലൈറ്റിന് ഒരു ആൾട്ടർനേറ്റീവായിട്ട് ഒരിക്കലും ഒരു ഫോഗ് ലാമ്പ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. കാരണം അതിൻ്റെ ഹൈറ്റ് വളരെ താഴ്ന്ന ഒരു പൊസിഷനിലാണ് ഫോഗ് ലാമ്പ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ആ ഹൈറ്റിന് ഹെഡ്ലൈറ്റിൻ്റെ അല്ലെങ്കിൽ ഫോഗ് ലാമ്പിൻ്റെ ഹൈറ്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ ഹെഡ്ലൈറ്റിൻ്റെ അല്ലെങ്കിൽ ഫോഗ് ലാമ്പിൻ്റെ ലൈറ്റ് ത്രോ പോകുന്നത്. വാഹനത്തിൽ നിന്ന് എത്ര ദൂരം പോകണമെന്ന് ഈ ഫോഗ് ലാമ്പിൻ്റെ അല്ലെങ്കിൽ ഹെഡ്ലൈറ്റിൻ്റെ ഹൈറ്റിനെ ബേസ് ചെയ്തിട്ടാണ് ആ ലെങ്ത്ത് ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പോൾ അതനുസരിച്ച് മാത്രമേ നമ്മുടെ കറക്റ്റ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ലൈറ്റിൻ്റെ വെളിച്ചം പോവുള്ളൂ. അപ്പോൾ അതൊരിക്കലും മേലോട്ട് കയറ്റി വെക്കാനായിട്ട് സാധിക്കും. എങ്കിൽ കൂടി അത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹൈ ബീം ഇടുന്ന ഒരു ഫീലായിരിക്കും. ഫോഗ് ലാമ്പിൻ്റെ അല്ലെങ്കിൽ ഹെഡ്ലൈറ്റിൻ്റെ ഹൈറ്റ് ആ കറക്റ്റ് ലെവലിൽ നിന്നും ഒരു കുറച്ച് മേലേക്ക് ഉയർത്തി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ലോ ബീമിൽ ഓടിച്ചിട്ട് ഒരു കാര്യമില്ല. ഇത് എതിരെ വരുന്നവരുടെ മുഖത്തായിരിക്കും ലോ ബീം അടിക്കുക. അതായത് എതിരെ വരുന്നവർക്ക് നമ്മൾ ഹൈ ബീമിലാണെന്നുള്ളൊരു ചിന്താഗതി മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് അവർ നമുക്ക് ഹൈ ബീം ഇട്ട് തരും. അപ്പോൾ അതാണ് ഇതിൻ്റെ കറക്റ്റ് കട്ട് ഓഫ് നമ്മൾ 0-ൽ ഇടുമ്പോൾ കറക്റ്റായിട്ട് വെച്ച് സെറ്റ് ചെയ്യുന്നതിൻ്റെ ആവശ്യം. അപ്പോൾ ഈ വാഹനത്തിൻ്റെ വിശേഷങ്ങൾ ഏകദേശം ഇവിടെ പൂർണ്ണമാവുകയാണ്. അപ്പോൾ നമുക്ക് ഉടനെ തന്നെ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.